नमो ओं विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नाम्ने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणम्। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण। ഇന്നത്തെ ശ്ലോകം 1917 ആണല്ലേ? ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 1:9-17. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ അനാഥ നാഥ പാഹി പ്രജാപ്രഭോ. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ അനാഥ നാഥ പാഹി പ്രജാപ്രഭോ. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ അനാഥ നാഥ പാഹി പ്രജാപ്രഭോ. ട്രാൻസ്ലേഷൻ പർപ്പോട്ട് ആരെങ്കിലും വായിക്കാമോ പ്ലീസ്? ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ പ്രഭു? വായിക്കണം മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ഹേ ഭരതവംശ ശ്രേഷ്ഠ യുധിഷ്ഠിരൻ, ഈ സംഭവിച്ചതൊക്കെ ഭഗവാന്റെ പദ്ധതികൾക്കനുസരിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭാവനാതീതമായ ഭഗവാന്റെ പദ്ധതികൾ മാനിച്ച് അങ്ങ് അവയെ പിന്തുടരണം. ഇപ്പോൾ അങ്ങാണ് ഭഗവാനാൽ നിയമിതനായ ഭരണാധികാരി. എന്റെ പ്രിയ രാജാവേ, നിരാലംബരായ പ്രജകളെ അങ്ങ് ശ്രദ്ധാപൂർവം പരിരക്ഷിക്കണം. ഭാവാർത്ഥം വായിക്കണം. യെസ് മാതാജി പ്ലീസ്. ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ്. മകളെ പഠിപ്പിക്കുന്ന വ്യാജേന വീട്ടമ്മ മരുമകൾക്ക് ശിക്ഷണം നൽകുന്നുവെന്ന് പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്. അതുപോലെ ഭഗവാൻ ഭക്തരെ പഠിപ്പിച്ചുകൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നു. ആത്മാർത്ഥനായ ഭക്തന് ഭഗവാൻ സദാ അന്തർവർത്തിയായിട്ട് ഉപദേശം നൽകുന്നതിനാൽ ഭക്തന് ഭഗവാനിൽ നിന്നും യാതൊന്നും തന്നെ പുതുതായി പഠിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് പോലെയുള്ള രംഗങ്ങൾ ഭഗവാൻ ആവിഷ്കരിക്കുന്നത് സത്യത്തിൽ അല്പബുദ്ധികളായ ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ആകയാൽ ഒരു ഭക്തന്റെ കർത്തവ്യം യാതൊരു ചിത്തവിക്ഷോഭവും കൂടാതെ ഭഗവാനാൽ നൽകപ്പെടുന്ന ദുരിതങ്ങളെ അനുഗ്രഹമായി സ്വീകരിക്കുക എന്നതാണ്. അപ്രകാരം യാതൊരു ശങ്കയും കൂടാതെ ഭരണ ചുമതല സ്വീകരിക്കണമെന്ന് ഭീഷ്മർ പാണ്ഡവരെ ഉപദേശിച്ചു. കുരുക്ഷേത്ര യുദ്ധം നിമിത്തം പ്രജകൾ നിരാശരായി തീർന്നിരിക്കുന്നു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ പരിരക്ഷണത്തെ അവർ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. ഒരു പരിശുദ്ധ ഭഗവത് ഭക്തൻ ക്ലേശങ്ങളെ, വിപത്തുകളെ ഭഗവത് ദാക്ഷിണ്യമായി സ്വീകരിച്ച് അംഗീകരിക്കുന്നു. ഭഗവാൻ നിരപേക്ഷനാകയാൽ അവ രണ്ടും തമ്മിൽ, ക്ലേശങ്ങളും അനുഗ്രഹങ്ങളും, യാതൊരു ലൗകിക ഭേദവുമില്ല. ഹരേ കൃഷ്ണ. പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു സോ മച്ച്. അപ്പോ ഈ ശ്ലോകം ഭീഷ്മദേവർ യുധിഷ്ഠിരൻ്റെ അടുത്ത് ഉപദേശിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിൽ ഈ കഴിഞ്ഞ 2-3 ശ്ലോകം, ഇനിയും ഉള്ള 2-3 ശ്ലോകങ്ങളിലും ഭീഷ്മർ ഭഗവാന്റെ ഏറ്റവും ഇൻകൺസീവബിൾ ആയിട്ടുള്ള, അതായത് ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള ഭഗവാന്റെ തീരുമാനങ്ങൾ, അതായത് ഭഗവാന്റെ പ്ലാൻ,
തീരുമാനമല്ല, സോറി, ഭഗവാന്റെ പ്ലാൻ. എങ്ങനെയാണ് ഭഗവാന്റെ പ്ലാൻ ഈ ലോകത്തിൽ വർക്ക് ചെയ്യുന്നത്? അതിനെ നമ്മൾ സാധാരണ മനുഷ്യരായ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ പ്ലാനിലൂടെയാണ്. അല്ലേ? മാതാജി ട്രാൻസ്ലേഷനിൽ പറഞ്ഞത് എങ്ങനെയാണ്? അക്സെപ്റ്റിംഗ് ദിസ് ഇൻകൺസീവബിൾ പ്ലാൻ ഓഫ് ദ ലോർഡ്. ഭഗവാന്റെ ഇൻകൺസീവബിൾ ആയിട്ടുള്ള, ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ള ഭഗവാന്റെ പ്ലാൻ, ഭഗവാന്റെ തീരുമാനങ്ങൾ, ഭഗവാന്റെ ഡിസൈൻ, അത് നമുക്ക് മനസ്സിലാവാൻ പാടാണ്. അതാണ്, നോക്കൂ, ഇത് ട്രാൻസ്ലേഷൻ, ഇവിടുത്തെ സാൻസ്ക്രിറ്റ് ദൈവതന്ത്രം എന്നാണ് പറയുന്നത്. ദൈവതന്ത്രം. തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട്നെസ്, അല്ലെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്ക്. തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചെയ്യാനുള്ള ഒരു അത് ചെയ്യുന്ന ഒരു രീതി. അതിനെല്ലാം തന്ത്രം എന്ന് പറയും. ദൈവതന്ത്രം എന്ന് പറഞ്ഞാൽ എൻചാൻറ്റ്മെന്റ് ഓഫ് പ്രോവിഡൻസ് ഓൺലി. എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രോവിഡൻസ്, ഈശതന്ത്രിയാം എന്നൊരു നമ്മൾ ഒരു ശ്ലോകത്തിൽ കേട്ടിട്ടില്ലേ? സ്തേ പീഷതന്ത്രിയാം ഉരുധാംനി ബദ്ധ നതേ വിദു സ്വാർത്ഥ ഗതിം ഹി വിഷ്ണു നതേ വിദു സ്വാർത്ഥ ഗതിം ഹി വിഷ്ണു ദുരാശയായേ ബഹിരർത്ഥമാനിന അന്ധാ യഥാന്തേ റുപനീയമാനസ്തേപീഷതന്ത്രിയാം ഉരുധാംനി ബദ്ധ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പ്രഹ്ലാദ് മഹാരാജാണെന്ന് തോന്നുന്നു പറയുന്നത്. അത് പറയുന്നത് നതേ വിദു സ്വാർത്ഥ ഗതിം ഹി വിഷ്ണു. ഭഗവാനെ കുറിച്ച് സ്വാർത്ഥഗതികരായിട്ടുള്ള ആൾക്കാർക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവര് സ്തേപീഷ തന്ത്രിയാം ഉരുധാംനി ബദ്ധ. ഈശതന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ്, നൂലെന്ന് പറയും. ഈ ഈശതന്ത്രിയിൽ ഇങ്ങനെ നമ്മൾ ബൈൻഡഡ് ആയിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇൻകൺസീവബിൾ ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് മനസ്സിലാകില്ല. കാരണം എന്താണ്? നമ്മൾ ആ തന്ത്രിയിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. എക്സാമ്പിൾ പ്രഭുപാദിന്റെ പേർപ്പോട്ടിൽ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണോ ഒരു സിൽക്ക് വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടുനൂല് അത് സ്വന്തമായിട്ട് ഇങ്ങനെ ബൈൻഡായി കിടക്കുകയാണ്. സ്വന്തമായിട്ട് ബൈൻഡായി കിടക്കുക പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്? അതിൻ്റെതായിട്ട് തന്നെ നൂലിലാണ് അത് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അതുപോലെ ഈ കണ്ടീഷൻഡ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെ പോലുള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം ഭഗവാന്റെ സ്വന്തം മായയാൽ തന്നെ, എന്താ ഭഗവാന്റെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മായയാൽ മമ മായ ദുരത്യയ. വേറൊരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ മായയാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. കുന്തി മഹാറാണി പറയുന്നുണ്ട് മായാ ജവനിക അച്ഛന്നം അജ്ഞ അധോക്ഷജമവ്യയം. അധോക്ഷജനായ ഭഗവാനെ അറിയാൻ പറ്റില്ല. കാരണം എന്താണ്? മായാ യവനിക അച്ഛന്നം. ആ യവനിക, ആ ഒരു കേർട്ടൻ കൊണ്ട് നമ്മൾ മറക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇൻകൺസീവബിൾ ആയിട്ടുള്ള ഭഗവാന്റെ ആ ഒരു തന്ത്രം, ഭഗവാന്റെ ഒരു പ്ലാൻ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടെ ഭീഷ്മദേവർ പറയുന്നത്. എവ്രിതിങ് ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ പ്ലാൻ ഓഫ് ദ ലോർഡ്. ഭഗവാന്റെ ആ ഒരു ഇൻകൺസീവബിൾ, ഭഗവാന്റെ ആ ഒരു ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്ലാനിലാണ് എല്ലാം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഭീഷ്മർ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ 2 ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് തമ്മിലുള്ള ഡയലോഗാണ് സംഭവിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് യുധിഷ്ഠിർ എന്ന് പറയുന്നത് നമുക്കറിയാം, ധർമ്മരാജൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. ആ ധർമ്മത്തിൻ്റെ പേഴ്സോണിഫിക്കേഷനാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ
ആലോചിക്കണം, യുധിഷ്ഠിരൻ അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ, ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഭയങ്കരമായി യുദ്ധമെല്ലാം ജയിച്ചതിന് ശേഷം അദ്ദേഹം ഭയങ്കരമായി പശ്ചാത്താപം, അദ്ദേഹം ഭയങ്കരമായി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് കാരണം? അദ്ദേഹം വിചാരിക്കുന്നതെല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത്, എൻ്റെ ഗ്രീഡാണ്, എൻ്റെ ഭയങ്കരമായ ഈ ഇതെല്ലാം അനുഭവിക്കാനുള്ള ഭയങ്കരമായ ഗ്രീഡാണ് ഇതിനെല്ലാം കാരണം, യുദ്ധത്തിനെല്ലാം കാരണം. എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു, കോടിക്കണക്കിന് ആൾക്കാർക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അമ്മമാർക്കും ഭാര്യമാർക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഭർത്താക്കന്മാരെയും അച്ഛന്മാരെയും തൻ്റെ മകനെയും എല്ലാം നഷ്ടപ്പെട്ട്, അതെല്ലാം ഞാൻ കാരണമാണെന്ന് ഭയങ്കരമായി അദ്ദേഹം ഉള്ളിൽ പശ്ചാത്തപിച്ചു, ഭയങ്കരമായി അദ്ദേഹം വേദനിച്ചു. അതൊരു ശരിക്കും ഒരു 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 മഹാത്മാവിലൂടെ മാത്രമേ അദ്ദേഹത്തിന് ആ ഒരു ഇതുണ്ടാവും. പ്രഭുപാദ് ഭഗവത്ഗീതയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ അർജുനൻ ഇങ്ങനെ ലാമെന്റ് ചെയ്യുമ്പോഴത്തേനും പ്രഭുപാദ് പറയുന്നുണ്ട്, ഒരു സൈഡിൽ പ്രഭുപാദ് പറയുന്നുണ്ട് അർജുന ഈസ് ലാമെന്റിങ് ഫോർ സില്ലി തിങ്സ്. പക്ഷേ വേറൊരു സ്ഥലത്ത് പുറപ്പെട്ടി പറയുന്നുണ്ട്, ഒരു ഗ്രേറ്റ് ഡിവോട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് മഹാത്മാവിന് മാത്രമേ ഇങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ഭയങ്കരമായ വിഷമം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ വിഷമിക്കുന്നത് ഒരു മഹാത്മാവിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നുണ്ട്. അതിനാണ് പറയുന്നത്, എന്താണ്, പരദുഃഖ ദുഃഖി, ഇനി ഒരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു മാനസികമായ സിറ്റുവേഷനിലാണ് ഇദ്ദേഹവും യുധിഷ്ഠിര മഹാരാജാവും. യുധിഷ്ഠിര മഹാരാജ് വളരെ വളരെ ധർമ്മിഷ്ഠനാണ്, വളരെ മെർസിഫുൾ ആണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്താ പറയുന്ന ഒരു ക്വാളിറ്റിയാണ് പരദുഃഖം ദുഃഖി എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു മറ്റുള്ളവരുടെ വിഷമം കണ്ട് അവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ ആ വിഷമത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന വലിയൊരു ഗ്രേറ്റ് ഒരു ക്വാളിറ്റിയാണ്. അതാണ് വൺ ഓഫ് ദ ക്വാളിറ്റീസ് ചൈതന്യ മഹാപ്രഭു പറയുന്ന ജീവദയ. ജീവദയ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് വൈഷ്ണവൻ്റെ. ആ ജീവദയയുടെ എപ്പിറ്റമി അല്ലെങ്കിൽ പേഴ്സോണിഫിക്കേഷനാണ് ശ്രീല പ്രഭുപാദ്. നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീല പ്രഭുപാദ് രാധാ ദാമോദർ ടെമ്പിളിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം വളരെ പീസ്ഫുള്ളായിട്ട് കഴിഞ്ഞ് സുഖമായി നാമം ജപിച്ച്. നമ്മൾ രാധാ ദാമോദർ ടെമ്പിളിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇപ്പം അവിടെ കുറച്ച് മാറ്റം വന്നു, പക്ഷേ നേരത്തെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഒരു 10 വർഷം മുന്നേയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം എന്തുമാത്രം പീസ്ഫുള്ളായിരുന്ന സ്ഥലം. നമ്മൾ ആ കിച്ചണിലിരുന്ന് നോക്കുമ്പോൾ രൂപ ഗോസ്വാമിയുടെ ഭജനക്കുടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന ആ കുടീരം കാണാം. എന്ത് പീസ്ഫുള്ളായിട്ടാണ്. ആ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള പിക്ചർ ഉണ്ടല്ലോ, പ്രഭുപാദ് അവിടെ ഇരുന്ന് പ്രസാദം കഴിക്കുന്ന, ആ വിൻഡോയിലൂടെ നോക്കിക്കൊണ്ടിരുന്ന് പ്രസാദം കഴിക്കുന്ന, എന്ത് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. പ്രഭുപാദ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി ഉള്ളതായിരുന്നു. പക്ഷേ പ്രഭുപാദ് അവിടെ ഇരുന്നിട്ടും പ്രഭുപാദിൻ്റെ മനസ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് തൻ്റെ ഗുരു മഹാരാജ് പറഞ്ഞിരുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ? വെസ്റ്റിൽ പോയിട്ട് പ്രീച്ച് ചെയ്യുക. അവിടെ നമുക്കെല്ലാവരും കൃഷ്ണ കോൺഷ്യസ്നെസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിയുടെ ഇനിയൊരു സ്ഥലത്ത്, ഇനിയൊരറ്റത്ത് ഒരുപാട് ആൾക്കാർ ഭഗവാന്റെ കൃഷ്ണ അവബോധമില്ലാതെ മൃഗങ്ങളെപ്പോലെ ജീവിച്ച് മരിക്കുന്നുണ്ട്. അവർക്കും കൂടെ ഈ കൃഷ്ണാവബോധം നൽകണം എന്നൊരു ഇൻസ്ട്രക്ഷൻ പ്രഭുപാദിന് കൊടുത്ത്. പ്രഭുപാദ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രഭുപാദിന് കൊടുത്ത ഇൻസ്ട്രക്ഷനാണ്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു, അതെങ്ങനെ ചെയ്യണം. ആ രാധാ ദാമോദർ ടെമ്പിളിൽ ഇരിക്കുമ്പോഴത്തും പ്രഭുപാദിൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ, ഏറ്റവും പീസ്ഫുള്ളായിട്ട് സ്ഥലമാണ് വൃന്ദാവൻ. ആൾക്കാർ നോർമലി വൃന്ദാവൻ പോകുന്ന പറഞ്ഞാൽ തൻ്റെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എല്ലാം മറ്റുള്ള വൃന്ദാവൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഒരു ധാമാണ്. അവിടെ മെറ്റീരിയൽ കാര്യങ്ങൾ അധികം എഫക്റ്റ് ആവാറില്ല. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും കുറച്ചും കൂടെ മെറ്റീരിയൽ ആയിട്ടുണ്ടാവും അവിടെ. ഇപ്പോഴും മൊബൈലും ഇൻ്റർനെറ്റും മറ്റ് നോയ്സ് എല്ലാം വന്നിട്ടുണ്ടാവും. പക്ഷേ പണ്ട് കുറച്ച് നാൾ മുമ്പ്
ഒക്കെ കുറച്ച് ഐസൊലേറ്റഡ് ആയിരുന്നു വൃന്ദാവൻ. കൂടുതലും സാധുക്കളും ബാബാജിമാരും വ്രജവാസികളും പശുക്കളും ഒക്കെ ആയിരുന്നു. കുറേ ഈ വെസ്റ്റേണൈസേഷൻ അധികം വന്നിട്ടില്ലായിരുന്നു. അവിടെ പോയിട്ട് അവിടെ താമസിച്ച് ഭജിച്ച് ഒരു 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 സമയത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കാശിക്ക് പോവാന്ന് കേട്ടിട്ടുണ്ടല്ലേ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കാശിക്ക് പോവാന്ന്? എന്താണ് ഈ കാശിക്ക് പോവാന്നുള്ള കേട്ടിട്ടുള്ളത്? എന്താണ് അതിൻ്റെ അർത്ഥം? ആർക്കെങ്കിലും പറയാമോ? കാശിക്ക് പോവുക, അതിൻ്റെ ആ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? കാശിക്ക് പോയാൽ തിരിച്ചു വരില്ല. കാശിക്ക് പോയാൽ തിരിച്ചു വരില്ല, അതാണ്. അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ആ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ ഒരു 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 പ്രത്യേകതയായിരുന്നു, ഒരു ചിട്ടയായിരുന്നു. ഒരാൾ കല്യാണം കഴിച്ചു, കുട്ടികളായി, ആ കുട്ടികളെല്ലാം പഠിപ്പിച്ച് അവർക്കെല്ലാം അവരെല്ലാം ഒരു പൊസിഷനിലാക്കി കല്യാണം കഴിപ്പിച്ച് എല്ലാം കഴിഞ്ഞു. ഭാര്യയെ കുട്ടികളുടെ ചുമതലയിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പിന്നീട് ആ വീട്ടിൽ നിൽക്കില്ല. അവർ പിന്നെ വാനപ്രസ്ഥത്തിന് വേണ്ടി അങ്ങ് പോവുകയാണ്. അതാണ് കാശിക്ക് പോവുക. ഇപ്പോഴുള്ള ആൾക്കാർക്ക് അങ്ങനെ അറിയാമോ എന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അതങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക്. ഈ വേദിക് കൾച്ചർ ഫോളോ ചെയ്യുന്ന ഫാമിലിയിൽ ഒരു 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെയും അവരെല്ലാം പ്രോപ്പറായിട്ട് സെറ്റിലായതിനു ശേഷം അവർ കാശിക്കായി പോകുമായിരുന്നു. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇനി തിരിച്ചു വരില്ല. കാശി എന്ന് പറഞ്ഞാൽ കൂടുതലും കാശിക്ക് പോവുക, ചിലർ വൃന്ദാവനത്തിൽ പോവും, ചിലർ ബദ്രീനാഥ് പോവും. കാരണം അവിടെ പോയി അവിടെ സ്വന്തമായി സുഖമായി ഏതെങ്കിലും ആശ്രമങ്ങളിലോ ഏതെങ്കിലും കുടീരത്തിലോ അല്ലെ എവിടെയെങ്കിലും ഒക്കെ ശിഷ്ടമായിട്ടുള്ള കാലം ഭജന ഇരുന്നും ഭഗവാനെക്കുറിച്ച് ആലോചിച്ചും ഭക്തന്മാരുമായി അസോസിയേറ്റ് ചെയ്തും അവരെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയുകയും, അപ്പം മെറ്റീരിയൽ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി പോവുക എന്നാണ് അർത്ഥം. അങ്ങനെ പോകുന്നവർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അതുപോലെ വൃന്ദാവനത്തിലും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു 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 വാനപ്രസ്ഥം അല്ലെങ്കിൽ ഒരു സന്യാസത്തിൻ്റെ ഏറ്റവും പരിപക്വമായ ഏറ്റവും റൈപ്പായിട്ടുള്ള സിറ്റുവേഷനിലാണ് പ്രഭുപാദ് രാധാ ദാമോദർ ഇരുന്നത്. അത് ഏറ്റവും ലേറ്റ് 60s പ്രഭുപാദിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് പ്രഭുപാദ് പക്ഷേ അത്രയും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ആ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ പോലും പ്രഭുപാദിന് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ചിന്തയായിരുന്നു. പ്രഭുപാദ് മെമ്മറീസിൽ പറയുന്നുണ്ട്, പ്രഭുപാദ് എന്നും രാത്രി 2 മണി 3 മണിയാകുമ്പോൾ പ്രഭുപാദ് ഒരു ചൂലുമായിട്ട് വന്ന് അവിടെ സമാധി കുടീരം എല്ലാം തൂത്ത് വൃത്തിയാക്കി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. എനിക്ക് ഇത് ചെയ്യാനുള്ള ബുദ്ധിയും ശക്തിയും തരണേന്ന് പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പ്രഭാത് മെമ്മറീസിൽ പ്രഭുപാദിൻ്റെ ഒരു ഡിസൈബിൾ പറയുന്നുണ്ട്. അവർ അവിടെ എൻ്റെ അടുത്തുള്ള ഒരു ടെമ്പിളിലെ പൂജാരി ഇത് കണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ വൈഷ്ണവ ഭജൻസ് പാടിക്കൊണ്ട് ജയനയിലോ പ്രേമധന പാടിക്കൊണ്ട് ഇങ്ങനെ അവിടെ ആ മുറ്റമെല്ലാം വൃത്തിയാക്കി കരഞ്ഞുകൊണ്ട് പ്രഭുപാദ് ചെയ്യുമായിരുന്നു. കാരണം പ്രഭുപാദിന് അറിയാം, ഞാൻ ഏറ്റവും വയസ്സായ അവസ്ഥയിലാണ്, എന്നെക്കൊണ്ട് ഇനി ചെയ്യാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ പൈസയില്ല, ധനമില്ല, ആരോഗ്യമില്ല, മറ്റുള്ള സപ്പോർട്ടില്ല, US അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരെ അറിയില്ല, ഞാൻ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പ്രഭുപാദ് അത് ആലോചിച്ചുകൊണ്ട് ഭഗവാന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരൊറ്റ ഒരു ബലത്തിലാണ് പ്രഭുപാദിൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നത്. മറ്റൊന്നിലും വിശ്വാസമില്ല. കാരണം ഒന്നുമില്ല അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുമായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ എന്തുമാത്രം അദ്ദേഹം ആ ജീവദയ പ്രഭുപാദിൻ്റെ ഉള്ളിൽ ആ ജീവദയ എന്തുമാത്രം കൂടുതലുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ആ ജീവദയയുടെ എല്ലാത്തിൻ്റെയും ബെനിഫിഷ്യറീസ് ആണ് നമ്മൾ ഓരോരുത്തരും. എന്തുമാത്രം കോടിക്കണക്കിന് ഒരു വൈഷ്ണവ ഭജനുണ്ട്, മമ മന മന്ദിരേ കൃഷ്ണമുരാരേ. അതിനകത്തൊരു ഒരു ഇതുണ്ട്, കബി പ്രേമ പ്രദീപേ ആരതിക് തോമാർ. പ്രേമ പ്രദീപ്, എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ടെമ്പിൾ തുറന്നിട്ട്
ആ ടെമ്പിളിൽ പ്രേമപ്രദീപമാകുന്ന ദീപം കൊണ്ട് ഞാൻ ആരതി ചെയ്യുമെന്നാണ് ഭഗവാനെ ചെയ്യുന്നത്. ഒരു പ്രഭുപാദൻ്റെ ഒരു ശിഷ്യനായ ഐ തിങ്ക് ഭക്തി നരസിംഹസ്വാമി നരസിംഹ മഹാരാജാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ശ്രീല പ്രഭുപാദ് 108 ടെമ്പിളല്ല, 1008 ടെമ്പിളല്ല, പക്ഷേ കോടിക്കണക്കിന് ക്ഷേത്രങ്ങൾ പണിഞ്ഞെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ് ക്ഷേത്രം പണിഞ്ഞത് കല്ലും മണ്ണും കൊണ്ടല്ല, ക്ഷേത്രം പണിഞ്ഞ ഓരോ ഭക്തന്റെ ഹൃദയത്തിലും പ്രഭുപാദ് ഓരോ ക്ഷേത്രം പണിഞ്ഞു. മമ മന മന്ദിരേ ഞാൻ അത് പറഞ്ഞു, ദിവാനിഷി കൃഷ്ണമുരാരേ ശ്രീകൃഷ്ണ മുരാരേ. ഈ ഈ ഭഗവാൻ കൃഷ്ണമുരാരിയെ എല്ലാവരുടെയും ഭക്തന്മാരുടെയും ഉള്ളിൽ പ്രതിഷ്ഠിച്ച് അവിടെ എല്ലാം ക്ഷേത്രങ്ങൾ പണിഞ്ഞ ആളാണ് ശ്രീല പ്രഭുപാദ് എന്ന് പറയുന്നത്. കോടിക്കണക്കിന് ഭക്തന്മാരുടെ ഓരോ നിമിഷവും ഓരോ ഭക്തന്മാരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീല പ്രഭുപാദിന്റെ മൂവ്മെന്റ്. ഈ നിമിഷവും ഓരോ ഡിവോട്ടിയും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണകുമാർ, അല്ലെങ്കിൽ ഈ കൃഷ്ണാവബോധം ലൈഫ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജീവദയ എന്ന് പറയുന്നത്. ആ ജീവദയയുടെ ഒരു ടോപ്പ് മോസ്റ്റ് എക്സാമ്പിളാണ് യുധിഷ്ഠിർ മഹാരാജ്. യുധിഷ്ഠിർ മഹാരാജിനെ കുറിച്ച് ഇനിയൊരു കാര്യം പറയുന്നുണ്ട്. യുധിഷ്ഠിർ മഹാരാജ്, അദ്ദേഹത്തിന്റെ പേരാണ് അജാതശത്രു. അജാതശത്രു എന്താണെന്ന് അറിയാമോ? ആരെങ്കിലും പറയാമോ? ഒരാൾക്കും ശത്രു ഇല്ലാത്തവൻ. ഒരാൾക്കും ശത്രു ഇല്ലാത്തവൻ. കറക്റ്റ്. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് വാറിയർ അല്ലേ? അദ്ദേഹത്തിന് ആരും ശത്രുക്കളായി ഇല്ലാത്ത ആൾക്കാർ അല്ലേ പ്രഭു? അതാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊരു അർത്ഥമാണ്. പക്ഷേ ആചാര്യന്മാർ വേറൊരർത്ഥം പറയുന്നുണ്ട്. അജാതശത്രു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം ദുര്യോധനൻ അദ്ദേഹത്തിന്റെ ശത്രുവായിരുന്നു അല്ലേ? കർണൻ അദ്ദേഹത്തിന്റെ ശത്രുവായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് വൺ ഹൂസ് എനിമി വാസ് നെവർ ബോൺ. അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ എനിമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശത്രു ജനിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാളെ എനിമി ആയിട്ട് ഇദ്ദേഹം കൺസിഡർ ചെയ്തിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. ഇനി ഇവൻ യുധിഷ്ഠിരൻ, അപ്പം ദുര്യോധനാണെങ്കിലും കർണനാണെങ്കിലും അവര് യുധിഷ്ഠിരനെ ശത്രുവായിട്ട് കണക്കാക്കിയെങ്കിലും യുധിഷ്ഠിരൻ തിരിച്ചൊരു ശത്രുവായി കണക്കാക്കിയിട്ടില്ല. അതായത് തൻ്റെ ശത്രുക്കളായി ആരുമേ ഇല്ല, ജനിച്ചിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കളാവാൻ ആരുമോ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കൾ ആരെയും അദ്ദേഹം ആക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അജാതശത്രു എന്ന പേരും കൂടെ വരാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അത്രയും പ്യുവറാണ്, അത്രയും ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്. മനസ്സിലായല്ലേ? ഒരു മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. അതായത് ഇവർ എക്സൈൽ, ഈ പാണ്ഡവരുടെ അവര് ഇങ്ങനെ വനവാസം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരിങ്ങനെ കാട്ടിൽ താമസിക്കുമ്പോൾ ഈ ദുര്യോധനൻ ഒരു സമയത്ത് ഭയങ്കരമായി അവരെ ഇങ്ങനെ കാണിക്കാനായിട്ട്, അതായത് ജസ്റ്റ് ടു ഷോ ദം പിറ്റി അബൌട്ട് ദം, അവരെ എന്തുമാത്രം അവർ കഷ്ടപ്പെടുന്നതെന്ന് അറിയാനും താൻ എന്തുമാത്രം സുഖിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ താമസിക്കുന്ന കാടിൻ്റെ അടുത്തേക്ക് ദുര്യോധനൻ തൻ്റെ കംപ്ലീറ്റ് ആൾക്കാരും പരിവാരങ്ങളും എല്ലാ തൻ്റെ ഭാര്യയും തൻ്റെ മറ്റുള്ള മെയ്ഡ് സെർവൻസ് എല്ലാവരുമായിട്ട് വരും. അവരവിടെ വന്നിട്ട് ഒരു ടെൻ്റൊക്കെ അടിച്ച് അവർ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ഓപ്പുലൻ്റ് ആയിട്ട് കാണിക്കും ഈ പാണ്ഡവന്മാരെ. നോക്കൂ, ഞാൻ എന്തുമാത്രം സന്തോഷത്തോടെ, എന്തുമാത്രം ഓപ്പുലൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് തൻ്റെ എല്ലാ പരിവാരങ്ങളും എല്ലാവരുമായിട്ട് വന്ന് അവിടെ കഴിക്കുകയും ആഘോഷിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് അപ്പോൾ അപ്പം അർജുനനും ഭീമനും ഭയങ്കര ദേഷ്യമായി. അവരിത്രയും നമ്മളെ ഇത്രയും മാനസികമായി വിഷമിപ്പിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് അയാളുടെ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾക്ക് ക്ഷമിക്കാമെന്ന് പറഞ്ഞു. ഇത്രയും അവരെ മാത്രമല്ല, അവരെ കൂടുതൽ ഹ്യൂമിലിറ്റി, അവരെ കൂടുതൽ കളിയാക്കുകയും കാട്ടുവാസികൾ അല്ലെങ്കിൽ ആദിവാസികൾ എന്നെല്ലാം പറഞ്ഞ് അവരെ എല്ലാം കളിയാക്കുകയും എല്ലാം ചെയ്തു.
അപ്പൊ അങ്ങനെ ഇത് ദുര്യോധനൻ അങ്ങനെ ചെയ്ത് അങ്ങനെ അടുത്തുള്ളൊരു ഒരു ഒരു താഴ്വാര ഒരു എന്താ പറയുക ഒരു പോണ്ട് ഉണ്ട്, ഒരു കുളം. അവിടെ ഇങ്ങനെ ദുര്യോധനും തൻ്റെ മറ്റുള്ള ലേഡീസും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുളം എന്ന് പറയുന്നത് കുറേ ഗന്ധർവന്മാർ ഉപയോഗിച്ചിരുന്ന കുളമാണ്. അവിടെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുളിക്കുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു കുളമായിരുന്നു അത്, ആ ഒരു പോണ്ട്. അപ്പോൾ ദുര്യോധനനും തൻ്റെ കൂട്ടരും ഇവിടെ ഇങ്ങനെ കുളിക്കുന്നത് കണ്ടിട്ട് ഗന്ധർവന്മാർ വന്ന് ദുര്യോധനനെ പിടിച്ച് കെട്ടി നേക്കഡായിട്ട് നഗ്നനായിട്ട് കെട്ടി ഒരു മരത്തിൽ കെട്ടി വെച്ചു. അതാരുടെ മുന്നിലാണ്? ഈ കാണുന്ന ലേഡീസിൻ്റെ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട്. ഇപ്പോൾ ദുര്യോധന് ഭയങ്കര ഹ്യൂമിലിയേഷനായി. ദുര്യോധൻ സഹിക്കാൻ പറ്റില്ല. കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവന്മാരെ തൻ്റെ ശക്തിയും തൻ്റെ പ്രതാപവും തൻ്റെ ഓപ്പുലൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആ സിറ്റുവേഷനിൽ തന്നെ പാണ്ഡവന്മാർ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനൊരു ഹ്യൂമിലിയേഷൻ സംഭവിക്കുക, അതും തൻ്റെ ആൾക്കാരുടെ മുന്നിൽ. അതിനേക്കാൾ ഉപരി പാണ്ഡവന്മാരുടെ മുന്നിൽ താൻ ഇത്രയും ഒരു 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 ഹ്യൂമിലിയേഷൻ എന്താ പറയുന്നത്? ചതിയല്ലല്ലോ, ഒരു മാനക്കേട്. കറക്റ്റ്. ആ ഒരു മാനക്കേട് ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അർജുനനും ഭീമനും ഭയങ്കരമായ സന്തോഷമായി. കാരണം നമ്മൾ പറയാറില്ലേ, നമ്മൾ കർമ്മ, എഫക്റ്റ് ഓഫ് കർമ്മ എന്ന് പറയത്തില്ലേ, നമ്മുടെ ഇനിയൊരാളുടെ മുന്നിൽ നമ്മുടെ ഓപ്പുലൻസ്, നമ്മുടെ ഇതെല്ലാം കാണിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കും. അവർ സന്തോഷിച്ചു. പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞു, ദുര്യോധന അർജുനനും ഭീമൻ്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് ദുര്യോധനെ മോചിപ്പിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്നൊരു ശത്രു വന്നാൽ നമ്മൾ 100 കൗരവന്മാരല്ല 105 കൗരവന്മാരാണ് എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. ഇവർ പുറത്തു വന്ന് നമ്മുടെ ബ്രദറിനെയാണ് ആക്രമിച്ചത്. നമ്മുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ദുര്യോധനനെ നമ്മുടെ ബ്രദറിനെയാണ് ആക്രമിച്ചത്. അപ്പോൾ പുറത്തുനിന്ന് ആര് വന്നാലും നമ്മൾ 100 കൗരവന്മാരല്ല 105 കൗരവന്മാരാണ്. അതായത് നമ്മളും കൗരവന്മാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് അർജുനനെയും ഭീമനെയും അവിടെ അയക്കും. രണ്ടുപേർക്കും ഒട്ടും മനസ്സില്ല. രണ്ടുപേരും പറഞ്ഞ് കുറച്ചും കൂടെ അവൻ അനുഭവിക്കട്ടെ, അവൻ ഇത്രയും അഹങ്കാരം കാണിച്ചതല്ലേ എന്ന് പറയും. പക്ഷേ യുധിഷ്ഠിരൻ പറയും പറ്റില്ല. അപ്പം എന്തുമാത്രം ഒരു കമ്പാഷൻ, എന്തുമാത്രം അൺപാരലൽ ആയിട്ടുള്ള ഒരു കമ്പാഷൻ, എന്തുമാത്രം ഒരു ധർമ്മത്തിനെ ധർമ്മത്തിനെ പാലിക്കുന്ന ഒരാളാണെന്ന് ആലോചിച്ച് നോക്കണം യുധിഷ്ഠിരൻ. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഒരു സൈഡിൽ. ഇനി അടുത്തൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭീഷ്മരാണ്. ഭീഷ്മർ, നമുക്കറിയാം, ഭീഷ്മർ അദ്ദേഹം മഹാജനാണ്. പക്ഷേ ഇവിടെ ഭീഷ്മർ എന്ന് പറയുന്നത് ശത്രുപക്ഷത്താണ്. ഭീഷ്മർ ശത്രുപക്ഷത്തായത് തന്നെയാണ് ഭീഷ്മർ ഈ ശ്ലോകം പറയാൻ ഏറ്റവും വലുതായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആലോചിച്ച് നോക്കൂ. ഭീഷ്മർ എന്തുകൊണ്ട് ശത്രുപക്ഷത്തായി? ഒരുപാട് ആചാര്യന്മാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഭീഷ്മർ ഓപ്പോസിറ്റ് സൈഡിലായി, എന്തുകൊണ്ട് ഭീഷ്മർ അധർമ്മത്തിൻ്റെ സൈഡിലായി. ഭീഷ്മർ ഒരിക്കലും അധർമ്മത്തിൻ്റെ സൈഡിൽ വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്തുകൊണ്ട് ഭീഷ്മർ അങ്ങനായി? ഒരുപാട് ആൻസേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഭീഷ്മർ അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഞാൻ കൗരവപക്ഷത്തിനെ എല്ലായ്പ്പോഴും സഹായിച്ചോളാം. പക്ഷേ ഇനി ഒരാൾ ഇനി വേറൊരു ജസ്റ്റിഫിക്കേഷൻ കേൾക്കുന്നത് ദുര്യോധനന്റെ എന്താ പറയുന്നത്, പ്രൊട്ടക്ഷനിലാണ് ഭീഷ്മർ താമസിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ ചോറ്, അദ്ദേഹത്തിന്റെ ചോറ് കഴിക്കുന്ന, അതായത് അദ്ദേഹമാണ് ഭീഷ്മരെ പരിപാലിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചോറ് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ലോയൽറ്റി കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്
ഭീഷ്മർ അധർമ്മമായിട്ട് കൂടിയും ദുര്യോധനൻ്റെ കൂടെ നിന്നത് എന്നൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇനിയൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭീഷ്മദേവർ തൻ്റെ എന്താ പറയുന്ന അച്ഛന് കൊടുത്ത വാക്കാണ്, ഞാൻ ഒരിക്കലും കൗരവരുടെ ആ ഒരു ഹസ്തിനാപുരത്തിൻ്റെ രാജാവ് ആരാണോ ആ രാജാവിനെ എന്നും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആചാര്യന്മാർ ഇതല്ല ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. യെസ്, ഇതെല്ലാം ഒരു 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 എന്താ പറയുന്ന ഒരു പെരിഫറൽ ഒരു പുറമേ ഉള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ്. ഇതെല്ലാം സത്യം തന്നെയാണ്. ഭീഷ്മർ സത്യം ചെയ്തതും ഭീഷ്മർ ഇതെല്ലാം പാലിച്ചതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇന്റേണലി എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്, ഭീഷ്മദേവർ ലോകത്തെ ഏറ്റവും വലിയ വാറിയറാണ്, ലോകത്തെ ഏറ്റവും വലിയ യോദ്ധാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് മഹാഭാരത യുദ്ധത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഭീഷ്മദേവർക്ക് പ്രഭുപാദ് പറയുന്നത് ഭീഷ്മദേവ ഈസ് ഈക്വൽ ടു 25,000 അർജുനാസ് എന്നാണ് പറയുന്നത്. 25,000 അർജുനന്മാരുടെ എന്താ പറയുന്ന ശക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ പവറാണ് ഒരു ഭീഷ്മദേവർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഭീഷ്മദേവർ എന്തുമാത്രം പോരാളിയായിരുന്നു. ഭീഷ്മദേവരുടെ ഗ്ലോറിഫിക്കേഷനൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും ഡിവോട്ടീസ്. ബട്ട് ആലോചിച്ച് നോക്കണം, സ്വന്തം ഗുരുവായിട്ടുള്ള പരശുരാമൻ അല്ലേ, ഭീഷ്മദേവരുടെ ഗുരുവായിട്ടുള്ള പരശുരാമനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ചാണ്. അപ്പോൾ അത്രയും യോദ്ധാലു, അത്രയും വാറിയർ ആയിട്ടുള്ള ഭീഷ്മദേവറിനെ തൻ്റെ ഓപ്പോസിറ്റിൽ കൊണ്ടുവരണം എന്ന് ഭഗവാന്റേത് ഇൻകൺസീവബിൾ പ്ലാൻ. ആലോചിച്ചു, ഭീഷ്മദേവർ ഇവിടെ പറയുന്നത് എന്താണ്? ഇൻകൺസീവബിൾ പ്ലാൻ. ആ ഒരു ദൈവതന്ത്രം, ആ ഭീഷ്മരെ ഭഗവാന്റെ ഓപ്പോസിറ്റ്, അതായത് ധർമ്മത്തിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും ശക്തനായ ആളിനെ കൊണ്ട് നിർത്തി. എന്തുകൊണ്ടാണ്? ഭഗവാൻ പറയുന്നത് എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥം. ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി എത്ര വലിയ ആളായാൽ കൂടി ഞാൻ ആ ധർമ്മം സംരക്ഷിക്കും, ഞാൻ എൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കും, ഞാൻ എൻ്റെ പരിത്രാണായ സാധുക്കളെ ഞാൻ സംരക്ഷിക്കും. അതിന് ഞാൻ എത്ര വലിയ ആളെ, ഞാൻ എത്ര ശക്തനായ ആളായാൽ കൂടി ഞാൻ അത് ധർമ്മം സംരക്ഷിക്കും എന്ന് കാണിക്കാനായി ഭീഷ്മദേവര് ഭഗവാന്റെ ഇൻസ്ട്രുമെൻ്റായി മാറി എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടോ? എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഇത് കേട്ടിട്ടുണ്ടാവും, കൂടുതലും മറ്റുള്ള ഭക്തന്മാരുടെ ലെക്ചേഴ്സിലെല്ലാം കേട്ടിട്ടുണ്ടാവും. ഞാനും അതുപോലെ കേട്ടതാണ്. പക്ഷെ മനസ്സിലായിട്ടില്ലെങ്കിൽ ദയവായി പറയുക, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കേട്ടില്ല? ഹരേ കൃഷ്ണ പ്രഭു, മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു പ്രഭു, താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. അപ്പോൾ അതാണ്, നോക്കണം, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഭക്തൻ, പവർഫുൾ ആയിട്ടുള്ള ഒരു വാറിയറിനെ ഭഗവാന്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഭഗവാന്റെയും അർജുനന്റെയും പാണ്ഡവരുടെയും ഓപ്പോസിറ്റ് നിർത്തി അവരെ, ഭീഷ്മരെ പോലും, ഭീഷ്മർ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലും എന്താ പറയുന്ന അധർമ്മത്തിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തി ധർമ്മത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഇൻസ്റ്റൻസ് ആയിരുന്നു ഇത്. അതിനുവേണ്ടി ഭീഷ്മർ ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെൻ്റായി മാറി എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. വിഷ്ണുനാഥ ചക്രവർത്തി ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ പറയുന്നത്. അത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ഷോക്കായിപ്പോയി. അവിടെയാണ് നമുക്ക് ഭഗവാന്റെ ഇൻകൺസീവബിൾ, അവിടെയാണ് ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. എനിക്ക് തോന്നുന്നു പ്രീവിയസ് ശ്ലോകവും അതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രീവിയസ് ശ്ലോകത്തിലും ഭീഷ്മദേവർ പറയുന്ന ഭഗവാന്റെ പ്ലാൻ എന്താണ്? പ്രീവിയസ് ശ്ലോകം എന്താ പറയുന്നത്? ആവട്ടെ,
സി നഹി അസ്യ കർഹിചിത് രാജൻ പുമാൻ വേദ വിവിസ്ഥിതം യത് വിജിനസ്യ വിജിനാസയാ യുക്ത മുഹ്യന്തി കവയോ അപി. സി മുഹ്യന്തി യത് സൂരയഃ എന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലേ? തേനെ ബ്രഹ്മഹൃദായ ആദി കവയെ മുഹ്യന്തി യത് സൂരയ. സൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എക്സോൾട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സൂരികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സോൾട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സൂരികൾ എന്ന് പറയുന്നത്. അവരെ പോലും മുഹ്യന്തി യത് സൂരയ. അതാണ് ഭഗവാന്റെ ഇൻകൺസീവബിൾ ആയിട്ടുള്ള പ്ലാൻ. അവിടെ പോകുന്ന മുഹ്യന്തി കവയോ അപി. കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കവികളല്ല, ഈ കവിത എഴുതുന്ന ആൾക്കാരല്ല കവി എന്ന് പറഞ്ഞത്. ആക്ച്വലി ഈ കവി എന്ന് പറഞ്ഞാൽ ആദി കവയോ എന്ന് പറയുന്ന ബ്രഹ്മാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്രഹ്മാവ് കവിത എഴുതിയോണ്ടാണോ? അല്ല, ഏറ്റവും ഉയർന്ന ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ്, ഏറ്റവും എക്സോൾട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരാണ് കവി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മുഹ്യന്തി കവയോ അപി യത് വിജാനസ്യ യുക്ത with exhaustive inquiries being engaged, they are bewildered. Why? എന്തുകൊണ്ടാണ്? കാരണം no one can know the plan of the Lord. ഭഗവാന്റെ പ്ലാൻ എന്താണെന്ന് ആർക്കും അറിയില്ല. അവജാനന്തി മാം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവം അജാനന്ദോ മമ ഭൂതമഹേശ്വരം. ഭഗവാൻ ഭഗവത്ഗീത പറയാണ്, അവജാനന്തി മാം മൂഢ. മൂഢന്മാര് എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്താ പറയുന്നത്? അവരെന്താ, ഞാൻ വെറും ഒരു മനുഷ്യന്റെ രൂപത്തിൽ, മനുഷ്യം തനുമാശ്രിതം, ഈ മനുഷ്യന്റെ രൂപത്തിൽ ശരീരത്തിൽ വന്നു എന്നാണ് വിചാരിക്കുന്നത്. പരം ഭാവം അജാനന്ദോ, പരമമായ എൻ്റെ ഭാവം മറന്നുപോയിട്ട് മമ ഭൂത മഹേശ്വരം, എൻ്റെ മഹേശ്വരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സർവത്തിൻ്റെയും എല്ലാ ഭൂതങ്ങളുടെയും ഈശ്വരനാണ് ഞാൻ എന്നുള്ള പരമഭാവം മറന്നുപോയിട്ട് അവര് ഞാൻ എന്താന്ന് വിചാരിക്കുന്നു, ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു. അതാണ് ഭീഷ്മദേവർ പറയുന്നത്, യുധിഷ്ഠിര, നമ്മൾക്ക് ഭഗവാന്റെ പ്ലാൻ അറിയില്ല. no one can know the plan of the Lord Krishna. ഭഗവാന്റെ എന്താണ് പ്ലാൻ എന്ന് നമുക്കറിയുന്നില്ല. എന്താണ് ഭഗവാന്റെ ഇൻകൺസീവബിൾ പ്ലാൻ? ഭീഷ്മരെ പോലുള്ള ഒരു ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വാരിയർ, അല്ലെങ്കിൽ ഒരു ധർമ്മി, വാരിയറിനെക്കാട്ടിയും കൂടുതൽ ധർമ്മിയാണ്. ഭീഷ്മരെക്കാട്ടിയും കൂടുതൽ ധർമ്മി ആരുണ്ട്? ഭീഷ്മരനെ മഹാജനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മഹാജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കാട്ടുന്ന ആളെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ഫോളോ, പ്രഭുപാദ് പറയുന്ന മഹാജന്റെ ഡെഫിനിഷൻ, വൺ ഹു ഫോളോസ് ഹിം. നമ്മൾ അവരെയാണ് ഫോളോ ചെയ്യേണ്ടത്. വൺ ഹു നീഡ്സ് ടു ബി ഫോളോഡ്, വൺ ഹു നീഡ്സ് ടു ബി ഫോളോഡ് ഓർ കോപ്പീഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ കാര്യങ്ങൾ പകർത്താനും അവരെ പിന്തുടരാനും പറ്റിയ ഉള്ള ആൾക്കാരാണ് മഹാജന്മാർ. അങ്ങനെയുള്ളൊരു മഹാജനാണ്, നോക്കണേ, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഭീഷ്മദേവർ ഭഗവാന്റെ ആ വലിയ പ്ലാൻ, ഭഗവാന്റെ ഇൻകൺസീവബിൾ പ്ലാനിന്റെ ഭാഗമായി എന്നാ പറയുന്നത്. ഇനിയൊരു വലിയൊരു മഹാജനുണ്ട്, ലോർഡ് ശിവ. അദ്ദേഹം ഭഗവാന്റെ വലിയൊരു പ്ലാനിന്റെ ഭാഗമായി. അത് ഞാൻ സസ്പെൻസ് ആയിട്ട് വയ്ക്കാം. അടുത്ത പ്രാവശ്യം കൃഷ്ണ വില്ലിംഗ് സംസാരിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാം എന്താണെന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മിങ് ബാക്ക് ടു ദ ശ്ലോക. അപ്പോൾ ഇവിടെ പറയുന്നത്, ഈ രണ്ട് വൈഷ്ണവന്മാർ, ഈ രണ്ട് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, അവരുടെ തമ്മിലുള്ള ഒരു പേഴ്സണൽ എക്സ്ചേഞ്ച് ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുന്ന, നമുക്ക് ഭീഷ്മദേവരെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. എന്തുമാത്രം ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാന്റെ ഡിവോട്ടിയാണ് എന്നറിയാം അല്ലെ? ഭീഷ്മദേവരുടെ പ്രേയേഴ്സിലെ പറയും, ആ അർജുനന്റെ തേരാളിയായിരിക്കുന്ന ആ ഒരു ഭഗവാനെയാണ് ഞാൻ എൻ്റെ ഏതാ ശ്ലോകം, ത്രിഭുവനകമലം തമാലവർണം രവികര ഗൗരവരംബരം ദദാനെ വപുരലക കുലവൃതാനാബ്ജം വിജയ സഖേർ
രതിരസ്തുമേ അനവദ്യ. വിജയസഖേ എന്നാണ് ഭഗവാനെ കുറിച്ച് ആലോചിക്കുക. വിജയസഖൻ എന്ന് പറഞ്ഞാൽ ആരാണ് അറിയാമോ? വിജയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ചീഫ് അർജുനൻ മിനിസ്റ്റർ ആണോ? അർജുനൻ അർജുനൻ. പെർഫെക്റ്റ്. വിജയൻ എന്ന് പറഞ്ഞാൽ അർജുനനാണ്. വിജയ സഖൻ എന്ന് പറഞ്ഞാൽ വിജയന്റെ സഖൻ എന്ന് പറഞ്ഞാൽ വിജയന്റെ ഫ്രണ്ട് പറഞ്ഞ കൃഷ്ണൻ. നോക്കൂ, എന്തുമാത്രം ഫീലിംഗ് ആണ് ഭഗവാനടുത്തുള്ള ഭീഷ്മദേവ്. തന്നെ കൊന്ന ഒരു കോമ്പിനേഷനാണ് ആരാണ്? അർജുനനും ഭഗവാനും അല്ലേ? ആ ഭഗവാനാണ് പറഞ്ഞത് ഭീഷ്മരടുത്ത് പോയി ചോദിക്കൂ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന്. കാരണം ഒരു സമയത്ത് ഭീഷ്മദേവർക്ക് അർജുനനും പാണ്ഡവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല എങ്ങനെ കൊല്ലണം. ഭീഷ്മദേവരുടെ 100-1 അംശം പോലും ഭീഷ്മദേവർ യുദ്ധം ചെയ്യുന്നില്ല. കാരണം ഭീഷ്മദേവർക്ക് പറ്റുന്നില്ല തൻ്റെ ചെറുമക്കളെ കൊല്ലാനായിട്ട്. പക്ഷെ എന്നിട്ട് കൂടി പാണ്ഡവന്മാർക്ക് പറ്റുന്നില്ല. ഭീഷ്മദേവരെ കൊല്ലാതെ ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നേ ഇല്ല. ഒരു സൈഡിൽ നിന്ന് കൗരവന്മാർ ഇങ്ങനെ കൊന്നുകൊണ്ട് പാണ്ഡവന്മാരുടെ സേനയെ ഇങ്ങനെ കൊന്നു വരികയാണ്. പക്ഷെ ഇവിടെ ഭീഷ്മദേവർ നിൽക്കുന്നതോളം ഒരു ഗ്രേറ്റ് വാൾ പോലെ ഭീഷ്മദേവർ നിൽക്കുമ്പോൾ ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല. അപ്പം കൃഷ്ണൻ പറയാണ് ഭീഷ്മദേവരുടെ അടുത്ത്, അർജുനന്റെ അടുത്തും പാണ്ഡവന്മാരുടെ അടുത്തും പറയാ, പോയി ചോദിക്കൂ ഭീഷ്മദേവരുടെ അടുത്ത് എങ്ങനെയാണ് തങ്ങളെ കൊല്ലേണ്ടത്. അന്നാലോചിച്ച് നോക്കൂ. ഇതെല്ലാം ഭീഷ്മർക്ക് അറിയാം. ഇതെല്ലാം ഭഗവാന്റെ ഇൻകൺസീവബിൾ പ്ലാൻ ആണ്. എന്നെ ഭഗവാൻ ഈ ഒരു നിയോഗത്തിന് വേണ്ടി ഭഗവാൻ ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കുകയാണ്. ഭീഷ്മദേവര് പാണ്ഡവരെ കണ്ട് ഭീഷ്മദേവർ ഈ പാണ്ഡവർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. പാണ്ഡവര് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഗ്രാൻഡ് സയർ ആണ് ഭീഷ്മദേവർ. ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശനാണ് ഭീഷ്മദേവർ. അവർക്ക് കണ്ണീരോടെയാണ്, അല്ലെങ്കിൽ അതീവ ഹൃദയം മുറിഞ്ഞു പോകുന്ന വേദനയിലാണ് ചോദിക്കുന്നത്. തങ്ങളെ വളർത്തിയ മുത്തശ്ശനോട് എങ്ങനെയാണ് തങ്ങളെ കൊല്ലാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഭീഷ്മദേവർ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി എന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ കൃഷ്ണ ഈസ് ഓർക്കസ്ട്രേറ്റിംഗ് ദ ഹോൾ തിങ്. ഭഗവാൻ എന്നെ ഭഗവാന്റെ ഈ സേവനത്തിൽ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഭീഷ്മർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡീപ്പ് റിയലൈസേഷൻ, ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. കാരണം നോക്കണം, ഭീഷ്മദേവരുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു സാക്രിഫൈസ് ആണ്. ഭീഷ്മദേവരുടെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം മാത്രമേ ഭീഷ്മദേവർ സന്തോഷിച്ചിട്ടുള്ളൂ. ഒരു നിമിഷം മാത്രം. ആ നിമിഷം എന്ന് പറയുന്നത് പാണ്ഡവന്മാർ യുദ്ധം ജയിച്ച് യുധിഷ്ഠിര് രാജാവാകുന്നു എന്നറിഞ്ഞ ആ ഒരു നിമിഷം മാത്രമാണ് ഭീഷ്മദേവരുടെ സന്തോഷം. ബാക്കിയെല്ലാം ഭീഷ്മദേവരുടെ ജനനം മുതൽ ഇങ്ങ് വരെ അവസാനം വരെ ജീവിതം മുഴുക്ക വേദനയായിരുന്നു. കംപ്ലീറ്റ് ഇസ് എ ലൈഫ് ഓഫ് ട്രാജഡീസ്, ലൈഫ് ഓഫ് പെയിൻ. വേദനയുടെ ഒരു 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 സിംബോളിസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം ഭഗവാന് വേണ്ടി കംപ്ലീറ്റ്ലി സാക്രിഫൈസ് ചെയ്ത ഒരു മഹാത്മാവാണ്. ആ മഹാത്മാവായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മഹാജനം ആയിട്ട് ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെ ഭീഷ്മദേവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഭീഷ്മദേവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ വഴിയാണ്. ആ രീതിയിലാണ് അർജുനനും അർജുനനോട് പറയുന്നത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി വധിക്കാൻ പറയുന്നത്. ഈ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള തന്നെ കൊല്ലാനായിട്ടുള്ള ആ കോമ്പിനേഷൻ, അതായത് തൻ്റെ ജീവൻ എടുക്കുന്ന ആ കോമ്പിനേഷൻ, അതായത് ഭഗവാനും അർജുനനും, ആ അർജുനനെയും ഭഗവാനെയും എൻ്റെ മനസ്സിൽ എന്നെന്നും ഉണ്ടായിരിക്കണേ. വിജയസഖേ രതിരസ്തുമേ. രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവമായ ആഗ്രഹം, കാമം പോലും അല്ല. രതി എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ആഗ്രഹം എൻ്റെ മനസ്സിൽ. വിജയസഖേ രതിർ അസ്തുമേ അനവദ്യ. അനവദ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത, ഒരിക്കലും മാറാത്ത ആ ഒരു അട്രാക്ഷൻ. ആ അട്രാക്ഷൻ എൻ്റെ മനസ്സിൽ ഉണ്ടാവണമേ എന്നാണ് ഭീഷ്മദേവർ പ്രാർത്ഥിക്കുന്നത്. ആ ഭഗവാന്റെയും അർജുനന്റെയും രൂപം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മാറരുതെന്ന് ഭീഷ്മദേവർ. അതാണ് ഭീഷ്മദേവരുടെ ക്വാളിറ്റി. അങ്ങനെയുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ഭീഷ്മദേവർ. ആ രണ്ടുപേരുടെയും
തമ്മിലുള്ള ഒരു പേഴ്സണൽ എന്താ പറയുന്ന ഒരു ഇമോഷൻസിൻ്റെ എക്സ്ചേഞ്ച് ആണ് ഈ ഡയലോഗ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണിത് മഹാഭാരതത്തിൽ. ഭീഷ്മദേവർ യുധിഷ്ഠിരനെ കാണുന്നു. യുധിഷ്ഠിരാണെങ്കിൽ ഓവർവെൽംഡ് വിത്ത് പെയിൻ. എന്താണ് താൻ കാരണം ഇതെല്ലാം സംഭവിച്ചല്ലോ എന്ന് അതിഭീകരമായി വിഷമിച്ച് അതിഭീകരമായി വേദനിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശരീരം കംപ്ലീറ്റ് അമ്പാൽ തറച്ചു കിടക്കുന്ന ഭീഷ്മർ യുധിഷ്ഠിരൻ്റെ അടുത്ത് പറയുന്ന വാക്കുകളാണിതെല്ലാം. അതിൽ പറയുന്നതാണിതെല്ലാം ദൈവതന്ത്രം. ഇവിടെ എല്ലാം ഭഗവാന്റെ കൈയുണ്ട് യുധിഷ്ഠിര എന്ന് നീ അറിഞ്ഞോളൂ. ഒന്നും അനീതിയായിട്ട് നടന്നിട്ടില്ല മഹാഭാരതത്തിൽ. എല്ലാം ഭഗവാന്റെ ദൈവതന്ത്രം. സ്തേപീഷ തന്ത്രിയാം ഉരുധാംനിബദ്ധ. അതുപോലെ പറയുന്ന പോലെ ഈ ഈ ഭഗവാന്റെ കംപ്ലീറ്റ് കൺട്രോളിലായിരുന്നു. എല്ലാവരും ബാർബറിക്ക എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്. എന്താണ് മാതാജി ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത? ഘട്ടോത്കചന്റെ മകനാണ്. എന്നിട്ട് വോറില് നിന്നാല് ഏത് സൈഡാണ് വീക്കർ എന്ന് വെച്ചാൽ അവിടെ നിന്ന് മറ്റേ പക്ഷത്തെ ആക്രമിക്കും. അപ്പം കൃഷ്ണന് അത് അനുവദിക്കാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ വൺ ഡേ കൗരവാസ് ആയിരിക്കും ലോ ആയിട്ടിരിക്കുന്നത്. അപ്പം അവരുടെ സൈഡിൽ ഇരുന്ന് പാണ്ഡവന്മാര് യുദ്ധം ചെയ്യും. പിന്നെ പുള്ളിക്ക് 3 ആരോസ് ഉണ്ട്. അത് വെച്ച് പിൻ പോയിന്റ് ചെയ്ത് ആരെ കൊല്ലണം എന്ന് വെച്ചാൽ അവരെ ആ ആരോ ചെന്ന് കൊല്ലും. അതുകൊണ്ട് പുള്ളിയുടെ തല വെട്ടി എന്നിട്ട് ഒരു മൗണ്ടൻ ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യായിരുന്നു കുരുക്ഷേത്ര വാർ മുഴുവനും. അതെ, എക്സാക്ട്ലി. താങ്ക് യു. അപ്പോൾ ബാർബറികൻ എന്ന് പറഞ്ഞത് ഈ ഒരു ക്യാരക്ടറാണ്. അപ്പം അദ്ദേഹത്തിനെ ഭഗവാൻ അദ്ദേഹത്തിനെ ഒരു വിറ്റ്നസ് ആക്കി. എല്ലാ മഹാഭാരതം യുദ്ധം അദ്ദേഹം മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. സമയം കിട്ടുമ്പോൾ അവരൊക്കെ നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ യുദ്ധത്തിന് ശേഷം ഇങ്ങനെ പാണ്ഡവന്മാരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ബാർബറിക്കൻ പറഞ്ഞു, നിങ്ങൾ ആരുമല്ല യുദ്ധം ചെയ്തത്. അർജുന നീയല്ല, ഭീമ നീയല്ല, യുധിഷ്ഠിര നീയല്ല, നകുല നീയല്ല, നിങ്ങൾ ആരുമല്ല. ഞാൻ ആകെ കണ്ടത് ഒരു സുദർശന ചക്രവും ഒരു മയിൽപീലിയും മാത്രം ആ യുദ്ധമുഖത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ഓടി നടന്ന് എല്ലാവരെയും കൊല്ലുന്നു. അല്ലേ? ഭഗവാൻ ഭഗവത്ഗീത പറയുന്നല്ലേ, അർജുന നിനക്ക് വേണമെങ്കിൽ നിനക്ക് യശോഫലസ്വ, നിനക്ക് വേണമെങ്കിൽ ഈ യശസ് എടുക്കാം, പക്ഷെ ചെയ്യുന്നത് ഞാനാണ്. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നിനക്കിതിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിനക്ക് എടുക്കാം, പക്ഷെ എല്ലാം ചെയ്യുന്നത് ഞാനാണ്. അവരെ ഞാൻ എപ്പോഴേ കൊന്നു കഴിഞ്ഞു എന്ന് ഭഗവാൻ പറയുന്നു. ബാർബറികം പറയുന്നതാണ്, ഞാൻ ആകെ കണ്ടതെന്ന് പറഞ്ഞ ഒരു മയിൽപീലി, ഒരു സുദർശൻ, ഇതെല്ലാം ഈ കംപ്ലീറ്റ് അക്ഷൗഗണികളെയും കോടാനുകോടി 60 കോടി ആൾക്കാരെയും ഓടി നടന്ന് കൊന്നത് ഒരു സുദർശൻ, ഒരു മയിൽപീലി മാത്രമാണ്. ബാക്കി എല്ലാവരും എന്താ പറയുന്നത്, മരിച്ചുപോയെന്നാ പറയുന്നത്. ബാക്കി എല്ലാവരും കാഴ്ചക്കാരായിരുന്നു പറയുന്നത്. അതാണ് ഭഗവാൻ, അതാണ് ഈ ദൈവതന്ത്രം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഭഗവാൻ മാത്രമാണ് അവിടെ എല്ലാം കാര്യങ്ങളും ചെയ്തതും ഭഗവാൻ പ്ലാൻ ചെയ്തതും. അപ്പം ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നതാണ്, യുധിഷ്ഠിര നീ എന്തിനാണ് വിഷമിക്കുന്നത്, നീ എന്തിനാണ് ഇതിനെക്കുറിച്ച് ലാമെന്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നീ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതെല്ലാം ഭഗവാന്റെ പ്ലാനാണ്. തസ്യാനുവിഹിതോ നാഥ അനാഥ നാഥപാഹി പ്രജാ പ്രഭോ. പ്രഭോ, എൻ്റെ മൈ ലോർഡ്. അതായത് ഓൾറെഡി ഭീഷ്മദേവര് ഇദ്ദേഹത്തിനെ തൻ്റെ പ്രഭുവായി, തൻ്റെ രാജാവായി കണ്ടു കഴിഞ്ഞു.
അതാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്താണ് ഭീഷ്മർ അതിയായ സന്തോഷം അനുഭവിക്കുന്നത്, ജീവിതത്തിൽ ആദ്യമായി അവസാനമായി. അതായത് തൻ്റെ ഈ രാജ്യത്തിൻ്റെ രാജാവായി, തൻ്റെ രാജാവായി, കുരുവംശത്തിൻ്റെ രാജാവായി മനസ്സുകൊണ്ട് അപ്പോഴാണ് സന്തോഷത്തോടു കൂടി തൻ്റെ രാജാവിനെ രാജാവേ, തൻ്റെ പ്രഭു, മൈ ലോർഡ് എന്ന് ഇദ്ദേഹം വിളിക്കുന്നത്. എന്ത് രസമാണ് ഈ ഡയലോഗ് എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? യു ഷുഡ് നൗ ടേക്ക് കെയർ ഓഫ് ദ സബ്ജക്ട്സ്. നിങ്ങളുടെ അനാഥരായിട്ടുള്ള ആൾക്കാരെ, കുറേ പേര് യുദ്ധത്തിൽ മരിച്ചു പോവുകയും കുറച്ച് പേർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുകയും അനാഥരായ കുട്ടികളും അമ്മമാരും എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം നാഥൻ ഇനി താങ്കളാണ്. താങ്കൾ ഇനി ഇതെല്ലാം സന്തോഷത്തോടു കൂടി കൊണ്ടുപോകണം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കാരണം ഇതെല്ലാം നടത്തുന്നത് ഒരാളാണ്, അദ്ദേഹമാണ്, ഭഗവാനാണ്. ഇതിന്റെ നെക്സ്റ്റ് ശ്ലോക വളരെ നല്ലതാണ്. നാരായണനാണ് ആദി ദൈവം, അദ്ദേഹമാണ് പരമദൈവം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഭഗവാനെ കംപ്ലീറ്റ് ശ്ലോകത്തിലും ഭഗവാനെ ഗ്ലോറിഫിക്കേഷൻ ആണ്. ഈ ഘട്ടത്തിലാണ് വിഷ്ണു സഹസ്രനാമം എല്ലാം വരുന്നത്, ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം. അപ്പോൾ ഇവിടെ വളരെ നല്ലൊരു പ്രഭുപാദ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പട്ടിൽ പറയുന്നുണ്ട്. A devotee's duty, therefore, is to ungrudgingly accept tribulations from the Lord as a benediction. മാതാജി ആ പർപ്പട്ട് ഒന്നും കൂടെ വായിക്കാമോ? ഏകദേശം നടുവിലായിട്ട് വരും. A devotee's duty is therefore to ungrudgingly accept tribulations from the Lord as a benediction. അതായത് ഭക്തന്മാര് ഭഗവാന്റെ ഈ ബുദ്ധിമുട്ടുകളും ഈ പ്രശ്നങ്ങളെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമായി കാണുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് വായിക്കാമോ? വായിക്കാം പ്രഭു. ആകയാൽ ഒരു ഭക്തന്റെ കർത്തവ്യം യാതൊരു ചിത്തവിക്ഷോഭവും കൂടാതെ ഭഗവാനാൽ നൽകപ്പെടുന്ന ദുരിതങ്ങളെ അനുഗ്രഹമായി സ്വീകരിക്കുക എന്നതാണ്. അപ്രകാരം യാതൊരു ശങ്കയും കൂടാതെ ഭരണ ചുമതല സ്വീകരിക്കണമെന്ന് ഭീഷ്മർ പാണ്ഡവരെ ഉപദേശിച്ചു. അതാണ് പ്രഭു ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. താങ്ക് യു. ആ സെന്റൻസ് ആണ് ഉദ്ദേശിച്ചത്. പ്രഭുപാദ് വളരെ എന്താണ് വളരെ സ്വീറ്റ് ആയിട്ട്, വളരെ എന്താ പറയുന്നത്, കറക്റ്റ് വേർഡ് കിട്ടുന്നില്ല, പക്ഷെ വ്യക്തമായിട്ട് പ്രഭുപാദ് പറയുന്നുണ്ട്. എന്താണ് ഒരു ഡിവോട്ടീസ് ഡ്യൂട്ടി ഈസ് ടു അൺഗ്രജിംഗ്ലി അക്സെപ്റ്റ് ട്രിബുലേഷൻസ് ഫ്രം ദ ലോർഡ് ആസ് എ ബെനഡിക്ഷൻ. എന്തെല്ലാം ബുദ്ധിമുട്ടുകളും എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം ഭഗവാന്റെ ബെനഡിക്ഷനായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? എന്ത് വലിയ ഒരു മെസ്സേജ് ആണ് അതെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ഡീപ്പായിട്ട്, വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള മെസ്സേജാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രഭുപാദ് ഇവിടെ പറയാൻ, ഈ പർപ്പട്ടിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുണ്ട്. അതായത് വരികൾക്കിടയിലൂടെ വായിക്കുക. ഇവിടെ ഭീഷ്മദേവ് പറയുന്നത് എന്താണ്? ഭീഷ്മദേവ് പറയുന്നത് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുന്നത് ഭഗവാന്റെ ഇൻകൺസീവബിൾ പ്ലാൻ ഓഫ് ദ ലോർഡ്. ഇതെല്ലാം ഭഗവാന്റെ പ്ലാൻ ഓഫ് ദ ലോർഡാണ്. ഭഗവാന്റെ പ്ലാനാണ്, ഭഗവാന്റെ ഒരു സെറ്റ്, ഒരു കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ ആണ്. അത് നീ മനസ്സിലാക്കി അത് നീ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് എടുക്കുക. കാരണം ഈ യുധിഷ്ഠിര മഹാരാജ് ഇപ്പോൾ അനുഭവിക്കുന്ന പെയിൻ, തൻ്റെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു, തൻ്റെ പുത്രന്മാർ നഷ്ടപ്പെട്ടു, തൻ്റെ ജ്യേഷ്ഠന്മാർ നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ്സ് ആയി കണക്കാക്കി ആ ബ്ലെസ്സിങ്സിനെ നിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി മാറ്റുക. എന്താണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്? സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പടികളാക്കി ആ പടിയിൽ ചവിട്ടി മുന്നേറുക എന്ന് പറയുന്നത്. ഇതിനെ ഏറ്റവും നന്നായിട്ട് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു കോണ്ടെക്സ്റ്റിനെ ഏറ്റവും നന്നായിട്ട്, എനിക്ക് ഏറ്റവുമായി ഡീപ്പായിട്ട് ടച്ച് ചെയ്ത പ്രഭുപാദിന്റെ പർപ്പട്ട് എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ തത്തേനു കമ്പാം സുസമീക്ഷമാണ്. ഐ തിങ്ക് 10.8.14 ആണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും നോക്കിയിട്ട് പറയാം. തത്തേനു കമ്പം സുസമീക്ഷമാനോ ഭുഞ്ജാനുയേവാത്മകൃതാ വിഭാഗം ഹൃദ്വാ വപൂർവിവിധാൻ നമസ്തേ
ജീവേത യോസോ മുക്തിദയ. ബ്രഹ്മയുടെ പ്രേയേഴ്സ് ആണ്. വണ്ടർഫുൾ, താങ്ക് യു പ്രഭു. അതിന്റെ പെർപ്പർട്ടിൽ പ്രഭുപാദ് പറയുന്നത്, ദാറ്റ്സ് ദ മോസ്റ്റ് ടച്ചിങ് പെർപ്പർട്ട് ഐ ഹാവ് എവർ, വൺ ഓഫ് ദ ഗോൾഡൻ പെർപ്പർട്ട്സ്. പ്രഭുപാദ് പറയുന്നത് കേൾക്കുക, ഞാൻ അതുപോലെ വായിക്കാൻ പ്രഭുപാദ് പറയുന്നത്. എൻ്റെ ട്രാൻസ്ലേഷൻ എന്തുമാത്രം ഇതാവുമെന്ന് അറിയില്ല, ബട്ട് so deep. This unhappiness suffered by a sincere devotee is not technically a karmic reaction. ഈ അൺഹാപ്പിനെസ്, അതായത് നമ്മൾ അനുഭവിക്കുന്ന, ഭക്തനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ, മറ്റുള്ള ആൾക്കാരെ കുറിച്ചല്ല. ഭഗവാനിൽ കംപ്ലീറ്റ്ലി ആശ്രയിച്ചിരിക്കുന്ന തത്തേനു കമ്പ സുസമീക്ഷമാണു ജീവേ, എന്താണ്, ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം ഹൃത് വാഗ് വപൂർഭി. ഹൃത് എന്ന് പറയുന്നത് ഹൃദയം, വാഗ് എന്ന് പറയുന്നത് വാക്കുകൾ, വപു എന്ന് പറയുന്നത് ബോഡി. ഹൃദയം കൊണ്ടും വാക്കുകൾ കൊണ്ടും ശരീരം കൊണ്ടും കംപ്ലീറ്റ്ലി ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഭക്തനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ പറയുന്നത് ദിസ് അൺഹാപ്പിനെസ് സഫേർഡ് ബൈ എ സിൻസിയർ ഡിവോട്ടി. ഭക്തൻ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഒരു ഭക്തൻ ഈ അനുഭവിക്കുന്ന ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ദുഃഖം ഇസ് നോട്ട് എ ടെക്നിക്കലി എ കാർമിക് റിയാക്ഷൻ. ഒരിക്കലും കർമ്മം ഒരു ഭക്തനെ തൊടില്ല, വ്യക്തമായിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഭക്തന്മാർ, നമ്മൾ ഒരുപാട് ഭക്തന്മാർ കഷ്ടപ്പെടുന്നുണ്ടല്ലേ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ഒരുപാട് ഭക്തന്മാർ നമ്മൾ അനുഭവിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അതിൻ്റെ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്ന് പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭക്തന്മാർ അനുഭവിക്കുന്നത് ഇസ് നോട്ട് എ കാർമിക് റിയാക്ഷൻ. കർമ്മം അനുഭവിക്കുന്നത് കർമ്മികളാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ കംപ്ലീറ്റ് കൺട്രോളും ഭഗവാന്റെ കയ്യിലാണ്. ഒരു ശ്ലോകമുണ്ട് ഭാഗവത്തിൽ, അതിൽ പറയുന്ന ഈ ചന്ദ്രന്മാരും ഈ പ്ലാനറ്റ്സും ഈ ഗ്രഹങ്ങളൊന്നും ഭക്തന്മാരെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ശ്ലോകം പറയുന്നുണ്ട്. ഇവിടെ പ്രഭുപാദ് പറയുന്നത് ഇറ്റ്സ് നോട്ട് ടെക്നിക്കലി എ കാർമിക് റിയാക്ഷൻ. ഇതൊരു കർമ്മത്തിൻ്റെ പ്രശ്നമല്ല. എൻ്റെ കർമ്മത്തിൻ്റെ കാരണം, ഞാൻ മുൻജന്മത്തിൽ ചെയ്തു പോയ പ്രശ്നത്തിന് കൊണ്ടാണല്ലോ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത്, അല്ല. പ്രഭുപാദ് പറയുന്നത് ഇറ്റ് ഈസ് റാദർ ദ ലോർഡ്സ് സ്പെഷ്യൽ മെർസി ഫോർ ഇൻഡ്യൂസിങ് ഹിസ് ഡിവോട്ടി ടു കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ദ മെറ്റീരിയൽ വേൾഡ് ആൻഡ് റിട്ടേൺ ഹോം ബാക്ക് ടു ഗോഡ്. ഇതെന്താണ്? എൻ്റെ ഭഗവാന്റെ സ്പെഷ്യൽ മെർസിയാണ്. യസ്യാഹം അനുഗ്രഹണാമി ഹരിഷ്യ തദ് ധനം ശനൈഹി. യസ്യാഹം അനുഗ്രഹണാമി, എൻ്റെ അനുഗ്രഹം എപ്പോഴാണോ ഭക്തനുണ്ടാകുന്നത് അപ്പോഴെന്താ പറയുന്നത്? ഹരിഷ്യ തദ് ധനം ശനൈ. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക. ഹരിഷ്യ തദ് ധനം ശനൈ, അവൻ്റെ ധനം ആദ്യം ഞാൻ പിടിച്ചെടുക്കും. യസ്യാഹം അനുഗ്രഹണാമി ഹരിഷ്യ തദ്ധനം ശനൈ തഥോ അധനം ത്യജന്തസ്യ സ്വജനാ ദുഃഖിതം. അങ്ങനെ ആദ്യം പണം പോകുമ്പോൾ എന്താ പറ്റുന്നത്? അവൻ്റെ സ്വജനങ്ങളും അവൻ്റെ ആൾക്കാരെല്ലാം അവനെ വിട്ടുപോകും. അപ്പോൾ ദുഃഖിതം, ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ദുഃഖത്തിലേക്ക് അവൻ വരികയും അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ആലോചിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. വളരെ സാഡിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് തോന്നും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഇസ് ദിസ്. ഇതിൻ്റെ അടിയിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. It is rather the Lord's special mercy for inducing his devotee to completely let go of the material world and return home back to God. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആർക്കെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റാമോ പ്ലീസ്? തത്തേനു കമ്പാൻ സുരഭ്, ഐ തിങ്ക് ഇറ്റ്സ് 10:14:8 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എടുക്കാമെങ്കിൽ അതും കൂടെ വായിക്കാമായിരുന്നു. ബട്ട് നോക്കൂ, പ്രഭുപാദ് എന്ത് ക്ലിയർ ആയിട്ട് പറയുന്നു. ഈ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ലോർഡ് സ്പെഷ്യൽ മെർസി ഫോർ ഇൻഡ്യൂസിങ് ദ ഡിവോട്ടി ടു കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ദ മെറ്റീരിയൽ വേൾഡ്. ഇൻഡ്യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിവോട്ടിയെ ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവോട്ടിയെ അതിലേക്ക് കൊണ്ടുവരിക, ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരിക. എന്താണ്? ടു കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ദ മെറ്റീരിയൽ വേൾഡ്. ഇതെല്ലാം നിഷ്പ്രഭമാണ്, ഇതെല്ലാം ടെമ്പററി ആണ്, ഇതെല്ലാം ദുഃഖാലയം അശാശ്വതമാണെന്ന് അറിയുമ്പോൾ
ശരിക്കും ശാശ്വതമായും സുഖമായിട്ടുള്ളത് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരു ഡിവോട്ടിയെ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കലി ഇതെന്ന് പറയുന്നത്. A sincere devotee willingly accepts the Lord's merciful punishment. ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. A sincere devotee willingly, അതായത് willingly എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സോടുകൂടി accepts the Lord's merciful punishment, ഭഗവാന്റെ ഈ പണിഷ്മെന്റ് accepts and continues offering respects and obeisances to the Lord. ഈ ഇതിലെല്ലാം കടന്നു പോകുന്നെങ്കിലും ഭഗവാന്റെ ഭക്തി അല്ലെ ഭഗവാനെ ഒരിക്കലും കൈവിടില്ല എന്നാണ് പറയുന്നത്. ഭഗവാനെ ഒരിക്കലും കൈവിടാതെ കണ്ടിന്യൂസ് ഓഫറിങ് റെസ്പെക്ട്സ് ആൻഡ് ഒബീസൻസസ് ടു ദ ലോർഡ്. കൺസിഡറിങ് ഇതാണ് ഇനിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. കൺസിഡറിങ് ഓൾ ഹാർഡ്ഷിപ്സ് എ സ്മോൾ പ്രൈസ് ടു പേ ഫോർ ഗെയിനിങ് ദ പേഴ്സണൽ അസോസിയേഷൻ ഓഫ് ദ ലോർഡ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി പറയുന്നത്. ഇതെന്താ പറയുന്ന സ്മോൾ പ്രൈസ് ടു പേ. ഈ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയും ദുരിതങ്ങളും എന്താണ്? ഭഗവാന്റെ അസോസിയേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന പണം ആണെന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്മോൾ പ്രൈസ് ടു പേ ഫോർ ഗെയിനിങ് ദ പേഴ്സണൽ അസോസിയേഷൻ ഓഫ് ദ ലോർഡ്. സഫറിംഗ് വിച്ച് അപ്പിയേഴ്സ് ലൈക്ക് പണിഷ്മെന്റ് is in fact a curative treatment administered by the personal hand of the Lord. So good. Suffering which appears like punishment. Appears like അതായത് ഒരു ഡിവോട്ടിക്ക് ഈ സഫറിങ് നമ്മൾ വിചാരിക്കും അദ്ദേഹം അതാണ് ഭക്തി ദാമോദർ മഹാരാജ്, ഐ തിങ്ക് ഭക്തി ശ്രീധർ മഹാരാജ്, ഐ ബിലീവ് ക്യാൻസർ ഉണ്ടായിരുന്ന അദ്ദേഹം ഭക്തി ശ്രീധർ മഹാരാജാണ് തോന്നുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്ന സോറി ഭക്തി തീർത്ഥ മഹാരാജ് ആയിരുന്നു. പക്ഷേ വേറൊരു മഹാരാജ്, അദ്ദേഹത്തിന് വയറിൽ ഇങ്ങനെ അബ്ഡമിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്ത് വന്നിട്ട് ക്യാൻസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ജോളി സ്വാമി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഐ തിങ്ക് ഭക്തി ശ്രീധർ മഹാരാജാന്ന് തോന്നുന്നു, പേര് മറന്നുപോയി. വാട്ട് എവർ, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണ്, ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആര് പറഞ്ഞു എനിക്ക് വേദനയാണെന്ന്? പെയിൻ ഈസ് ഇന്നവിറ്റബിൾ ബട്ട് സഫറിങ് ഈസ് ഓപ്ഷണൽ. പെയിൻ എന്ന് പറയുന്നത്, അതായത് വേദന എന്ന് പറയുന്നത് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. ബട്ട് സഫറിങ്, ആ വേദന ഞാൻ അനുഭവിക്കണോ വേണ്ടിയോ, അനുഭവിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഓപ്ഷണലാണ്. കാരണം എന്താണ്? ഞാൻ എപ്പോഴും നൈവോദ്വിജയ പരതുരസ്ത്വയ വൈതരണ്യ തദ്വീര്യ ഗായന മഹാമൃത മഗ്നചിത്ത. ആരാ പറയുന്നത്? പ്രഹ്ലാദ് മഹാരാജ്. നൈവോദ്വിജയെ പരതുരസ്ത്യയ വൈതരണ്യ. ഈ വൈതരണ്യാകുന്ന ഈ വൈതരണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഹെല്ലിഷ് പ്ലാനറ്റിലുള്ള റിവറാണ്. അവിടെയുള്ള ഇത്രയും കഷ്ടപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എനിക്ക് അതിലൊരു പ്രശ്നമില്ല. ന ഉദ്വേഗ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഒട്ടുമേ ഒരിക്കലും ഞാൻ ക്യാരിഡ് അവേ അല്ല. കാരണം എന്താണ്? തത് വീര്യ ഗായന മഹാമൃത മഗ്നചിത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ഇൻ ദ ഗ്ലോറീസ് ഓഫ് ദ സ്വീറ്റ് ഗ്ലോറീസ് ഓഫ് ദ സുപ്രീം ലോർഡ്. അങ്ങനെയുള്ള ഒരു ഭക്തൻ, ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന ഭക്തന് ഈ പ്രശ്നം എന്ന് പറയുന്നത്, ദ സഫറിംഗ് വിച്ച് അപ്പിയേഴ്സ് ലൈക്ക് ദ പണിഷ്മെന്റ് ഈസ് ഇൻ ഫാക്ട് എ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് administered by the personal hand of the Lord. ഭഗവാന്റെ പേഴ്സണൽ ഹാൻഡ്, ഭഗവാന്റെ കൈ കൊണ്ട് കൊടുക്കുന്ന ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൃദുവായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ അത് ശമിപ്പിക്കാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. എന്ത് ശമിപ്പിക്കാനാണ്? നമ്മുടെ എന്തെല്ലാം ബാക്കിയുള്ള മെറ്റീരിയൽ ഇനബിലിറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ടോ അതെല്ലാം ശമിപ്പിച്ച് എല്ലാം കളഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. ഈ ട്രീറ്റ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കരുത്ത് ആർജിച്ചാൽ മാത്രമേ ഒരു ഭക്തനെ ഭഗവാൻ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഭഗവാന്റെ സ്പെഷ്യൽ മെർസി കൊടുക്കുകയുള്ളൂ. ആ കാര്യം നമ്മൾ ആലോചിച്ചോണം. നമ്മൾ അനാവശ്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിക്കും, ദൈവമേ കൃഷ്ണനെ ഇനി പൂജിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എൻ്റെ ധനമെല്ലാം എടുക്കും. അങ്ങനല്ല. നമ്മൾ കുന്തി മഹാറാണി പോലെയോ അല്ലെങ്കിൽ ഭീഷ്മദേവരെ പോലെയോ
അത്രയും ഡീപ്പ് റിയലൈസേഷനിലെത്തി ഭഗവാൻ മാത്രമാണ് എല്ലാം, ഭഗവാൻ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ത്വമാദിദേവ പുരുഷ പുരാണ അർജുനൻ പറയുന്ന പോലെ എല്ലാം ഭഗവാനാണ് എന്ന് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് ഒരു ഭക്തൻ എപ്പോഴാണോ സിൻസിയറായി ഭഗവാനെ ആശ്രയിക്കുന്നത്, ഇതെല്ലാം മതിയായി, ഇതെല്ലാം വെറും എന്താ പറയുന്നത്, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ അങ്ങ് മാത്രമാണ് പരമസത്യം, ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ക്ലാസ്. കൃഷ്ണ ഹരികൃഷ്ണ പ്രഭു, കോൺഷ്യസ്നസ്. യെസ്, അതിന്റെ വിവർത്തനം വായിക്കണോ പ്രഭു? മറ്റേ 10 സമയം ഉണ്ടാവില്ല മാതാജി. എനിക്കിപ്പോൾ ഓൾറെഡി 39 ആയി. ഐ തിങ്ക് ഞാൻ റാപ്പപ്പ് ചെയ്യാം. ബട്ട് താങ്ക് യു സോ മച്ച്. അത് ആ ചാറ്റിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വായിക്കാമായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ ശ്ലോകത്തിന്റെ നമ്പർ ഒന്ന് ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോയി വായിക്കുക. നല്ല ബ്യൂട്ടിഫുൾ. 10.14.8. വണ്ടർഫുൾ. യെസ്, താങ്ക് യു. അപ്പോൾ അവിടെ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും എന്താണ്? നമ്മൾ മിക്കവാറും നമ്മൾ വിചാരിക്കുന്നത് കൃഷ്ണ കോൺഷ്യസ്നെസ്, യെസ്, തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവുക. കൃഷ്ണ കോൺഷ്യസ് എന്ന് പറയുന്നത് നാമം ജപിച്ച് ഗോലോക വൃന്ദാവനത്തിൽ പോവുക, എല്ലാം ബാക്ക് ടു ഗോഡ്. ബട്ട് യെസ്, അത് കറക്റ്റാണ്. പക്ഷേ അതിന് മുന്നേ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ മെറ്റീരിയൽ വേൾഡ് എന്താണെന്ന് തിരിച്ചറിയാനും, ഈ മെറ്റീരിയൽ വേൾഡിൽ കാണുന്ന ഈ സഫറിങ്സിനെ ടെമ്പററി ആണെന്ന് തിരിച്ചറിയാനും, ഈ സഫറിങ്സിനെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി മാറ്റാനും ഉള്ള ഏറ്റവും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. ടു മീ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കൃഷ്ണ കോൺഷ്യസ് എല്ലാം ഓക്കെയാണ്, നമ്മൾ തിരിച്ചു പോകണം, ദാറ്റ്സ് എല്ലാം ഫൈനാണ്. ബട്ട് ഈ സ്ട്രഗിളിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് നൽകുന്നത് കൃഷ്ണ കോൺഷ്യസ് ആണ്. എന്തിനേയും കൃത്യമായി തിരിച്ചറിഞ്ഞ്, കൃത്യമായി ഇതാണ് അതാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ, അല്ലേ? എന്താണ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് എല്ലാ ജീവിതത്തിലെ എല്ലാത്തിനെയും സ്ട്രെയിറ്റ് ആയിട്ട്, പ്രഭുപാദ് പറയുന്നത് സീയിങ് ത്രൂ ദ ഐസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യം അകാര്യ വ്യവസ്ഥിതോ. ആ കാര്യത്തിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇതാണ് അതാണെന്ന് മനസ്സിലാക്കി മനസ്സിനെ സ്ട്രോങ് ആക്കാൻ ആയിട്ടുള്ള ഒരു ഏറ്റവും പവർഫുൾ ടൂൾ മീഡിയമാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ പ്രഭുപാദ് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ പറഞ്ഞത്, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു നമ്മൾ. കൃഷ്ണ കോൺഷ്യസ് എന്ന് പറയുന്നത് ഓക്കെ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ് അല്ല. കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ് അബൌട്ട് ആർട്ട് ഓഫ് ലിവിങ് ആൻഡ് ആർട്ട് ഓഫ് ലീവിങ്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഈ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മൾ കണ്ട് അറിഞ്ഞ് അതിനെ വ്യക്തമായി ഡെസിഫർ ചെയ്ത് അത് ഇതാണ് എന്ന് കൃത്യമായി അറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യാനുള്ള മനോബലം. കാരണം നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് സ്ട്രഗിൾ ചെയ്യണ്ടേ. ഇതെല്ലാം നമുക്ക് തേഷാം തു അന്തഗതം പാപം ജനാനം പുണ്യകർമ്മണ. മനസ്സിലായി? ഈ പാപങ്ങളെല്ലാം മാറിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ. ആ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഏറ്റവും പവർഫുൾ ടൂളാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. അത് നമുക്ക് തന്നിരിക്കുന്ന ശ്രീല പ്രഭുപാദ് തന്നിരിക്കുന്ന ഫിലോസഫി, അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ തന്നിരിക്കുന്ന ഫിലോസഫി, ഇറ്റ്സ് ഇംപെക്കബിൾ. അതിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല. എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു ആൻസർ ഉണ്ട്, കൃത്യമായ ആൻസർ ഉണ്ട്. ആ ആൻസർ അത് ശാസ്ത്രത്തിനെ ശാസ്ത്രത്തിനെ ബേസ് ചെയ്തുള്ളതാണ്. ആ ഒരു സയന്റിഫിക് അനാലിസിസിലൂടെ നമ്മൾ ജീവിതത്തിനെ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. അതിനനുസരിച്ച് നമുക്ക് ഭഗവാനിലേക്ക് കംപ്ലീറ്റ്ലി നമുക്ക് നമ്മുടെ ലൈഫിനെ സറണ്ടർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും പറ്റുന്ന ഏറ്റവും പവർഫുൾ ടൂളാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ലോകത്തുനിന്ന് പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന പ്രേമം, ഭാവ ഇതെല്ലാം ഉണ്ടാവുള്ളൂ. പക്ഷെ അതുവരെ നമുക്ക് ഈ ലോകത്തിനോട് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി, ആ ശക്തി കൃഷ്ണ കോൺഷ്യസ്നസ് തരും.
മനസ്സിലായോ? മറ്റതൊന്നും ഇല്ലെന്നാണ്, അതെല്ലാം പരമമായ ലക്ഷ്യമാണ്. ബാക്ക് ടു ഗോഡ് എല്ലാം പരമമായ ലക്ഷ്യമാണ്. പക്ഷേ അതിന് മുന്നേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ, നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത് കൃഷ്ണ കോൺഷ്യസ്നെസ്. അവിടെയാണ് പ്രഭുപാദ് പറയുന്നത്, ദിസ് ഇസ് എ it's like a punishment for in fact a curative treatment administered by the personal hand of the Lord എന്ന് പറയുന്നത്. പ്രഭുപാദ് ഇനി ഒരു എക്സാമ്പിൾ എന്താ പറയുന്നത് അറിയാമോ? ഈ ഈ പോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, മൺകലമൊക്കെ ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ. നമ്മൾ നോക്കുമ്പോൾ ഈ പോട്ടർ ഈ ചില സ്ഥലത്ത് ഇങ്ങനെ കലം ഉണ്ടാക്കുന്ന ഇങ്ങനെ അടിച്ചടിച്ചാണ്, ഒരു ചെറിയൊരു സ്പാറ്റുല പോലത്തെ സാധനം വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ആ മൺകലം ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന കാണാം. പക്ഷേ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ അടിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇനി ഒരു കൈ എന്താണ് അകത്തൂടെ ഈ കലത്തിനകത്തൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. കാരണം എന്താണ്? അതൊരിക്കലും പോകാതിരിക്കാനും വളരെ സ്ട്രോങ് ആയി നല്ല രീതിയിലൊരു കലമായി മാറാനുമായിട്ടുള്ള ഒരു അപ്പം പോട്ടറിന്റെ ഹാൻഡ് ആയിട്ടാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ഒരു പുറമേ നമ്മൾ കാണുമ്പോൾ അതിങ്ങനെ അടിക്കുന്ന പുറത്തൊന്നും, പക്ഷെ അകമേ കൈ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരിക്കലും പോകാതെ. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ഭഗവാൻ ഹീസ് ഷേപ്പിംഗ് അസ്. കാരണം നമുക്കൊരിക്കലും ഈ നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റൻസ് വെച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം നമ്മുടെ ഈ ഇനബിലിറ്റീസ്, ലോഭമോഹ മതം ആശ്ചര്യം, അതെല്ലാം കാമക്രോധ ലോഭമോഹ മതം ആശ്ചര്യം വെച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ ഒരു ഭക്തൻ എന്നാണോ ഭഗവാനെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ സമയത്ത് ഭഗവാൻ ആ ഭക്തന്റെ ശക്തി, മനസ്സിന്റെ ശക്തി, ഭഗവാനിലേക്കുള്ള ഡിപ്പെൻഡൻസി, യഥാമാം പ്രപദ്യന്തേ താംസ്തഥൈവ ഭജാം, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അത്രത്തോളം ഭഗവാൻ നമുക്ക് വേദന തരുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ മെർസി ഓഫ് ദ സുപ്രീം ലോർഡ്. അത് നീ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നീ നിന്റെ കർമ്മങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ. എന്താണ് ഇവിടെ പറയുന്നത്? അനാഥർക്ക് നീ നാഥനാകണം എന്നാണ് ഭീഷ്മദേവർ പറയുന്നത്. നീ മുന്നോട്ട് പോവുക, ഒരിക്കലും ബിവിൽഡേഡ് ആവരുത്. കാരണം കൃഷ്ണ ഈസ് ഇൻ ആക്ഷൻ. പ്രഭുപാദ് ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്, ഡോണ്ട് ഓൾവേസ് ബി കെയർഫുൾ, യു ആർ ഡീലിംഗ് വിത്ത് കൃഷ്ണ. പ്രഭുപാദ് പറയുന്നുണ്ട്, ഓൾവേസ് ബി കെയർഫുൾ, യു ആർ ഡീലിംഗ് വിത്ത് കൃഷ്ണ എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പ്രഭുപാദ് കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. സോറി കുറച്ച് സമയം എടുത്തു, ബട്ട് അത് ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പരിപൂർണ പ്രഭു. വളരെ സന്തോഷം പ്രഭുജി. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലാസ് തന്നാലും പ്രഭുജി, ദയവായി വന്നാലും. താങ്ക് യു പ്രഭുജി, വളരെ നല്ല ക്ലാസ്, നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ് പ്രഭു. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. Pranam Prabhuji, thank you. Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഇത്രയും ദൂരത്തിരുന്നും നമുക്ക് അസോസിയേഷൻ തരുന്നതിന് വളരെ നന്ദി പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. കാനഡയിൽ നിന്നാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹിസ് ഗ്രേസ് പരിപൂർണ കൃഷ്ണദാസ് പ്രഭു സീനിയർ വൈഷ്ണവനാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് അദ്ദേഹം കാനഡയിൽ നിന്നുമാണ് ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് തന്നിരിക്കുന്നത്. നന്ദി പ്രഭുജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരിപൂർണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു ലെഫ്റ്റ് ആയി പ്രഭു. ലെഫ്റ്റ് ആയോ? സോറി പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.